ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെറിത്തക്കാളികളെയാണ്. പോഷകമൂല്യത്തിനും ആരോഗ്യ ഗുണങ്ങൾക്കും പേരുകേട്ട ചെറിയ ജ്യൂസിയുള്ള പഴങ്ങളാണ് ചെറിത്തക്കാളികൾ. ഏകദേശം 100ഓളം ഇനം ചെറിത്തക്കാളികളുണ്ട്. അതിൽ 2 ഇനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ഞാൻ ഇതിൻ്റെ വിത്തുകൾ പാകിയിരിക്കുന്നത് എൻ്റെ ബുഷ് ഓറഞ്ച് നട്ടിരിക്കുന്ന വലിയ ചട്ടിയിലാണ്. ചട്ടിയിലെ സൈഡിലുള്ള മണ്ണിൽ ചാണകപ്പൊടി, നീം പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വിത്തുകൾ പാകുകയാണ് ചെയ്തത്. ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ വിത്തുകളെല്ലാം മുളച്ച് ചെറിയ തൈകളായി. ഇത് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതൽ വളർച്ചയെത്തിയ തൈകളാണ്. ഇതിൽ നിന്നും ആരോഗ്യമുള്ള ചെടികൾ ഇളക്കിയെടുക്കാം. ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചാണകപ്പൊടി, നീം പൗഡർ, മുട്ടത്തോട് പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മണ്ണിൽ നിമാവിരകൾ പോലുള്ളവയുണ്ടെങ്കിൽ അവ നശിപ്പിക്കുവാനാണ് നീം പൗഡർ ചേർക്കുന്നത്. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം ലഭിക്കുവാനാണ് മുട്ടത്തോട് പൊടിച്ചത് ചേർത്തത്. ചെടിച്ചട്ടിയുടെ അടിയിൽ കരിയിലകൾ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. കരിയില നല്ല ജൈവവളമായതിനാൽ ചെടിക്ക് വളവും ലഭിക്കും, നല്ല നീർവാർച്ച ഉണ്ടാകുവാനും സഹായിക്കും. ഗ്രോ ബാഗിലാണെങ്കിലും വലിപ്പമനുസരിച്ച് ചെടികളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനു മുകളിൽ പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം ചെടികൾ നടാം. അതിനുശേഷം കുറച്ച് എപ്സം സാൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെടികൾ നന്നായി വളരുവാനും പൂക്കുവാനും കായ്ക്കുവാനും ഇലകളുടെ പച്ചപ്പ് നിലനിർത്തുവാനും എപ്സം സാൾട്ട് സഹായിക്കുന്നു. ചെറിത്തക്കാളിയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. സലാഡുകൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവയിൽ ചെറിത്തക്കാളി ചേർക്കുന്നത് രുചികരവും ആരോഗ്യപ്രദവുമാണ്. വളരെ രുചികരവും കാണുവാൻ ഭംഗിയുള്ളതും സാധാരണ തക്കാളിയേക്കാൾ കൂടുതൽ വിളവ് തരുന്നതുമായ ചെറിത്തക്കാളിയുടെ 2-3 ചെടികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മറ്റുള്ള പച്ചക്കറികൾക്കൊപ്പം വളർത്തുന്നത് നല്ലതായിരിക്കും.